അതായത് ഒരു ഹെർണിയ നമ്മൾ നേരത്തെ കാലത്തെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് വലിയൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ നേരത്തെ തന്നെ നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റും. മിക്ക ആൾക്കാരും ഹെർണിയ ഉണ്ടെങ്കിലും അത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ അത് കൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. ഇത് കുറച്ചും കൂടെയൊക്കെ അഡ്വാൻസ്ഡ് ആയ സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ, കുടൽ കൂടുതൽ നമ്മൾ സമയം അവിടെ ഇരുന്നെങ്കിൽ, സർജറി എങ്ങാനും വൈകിപ്പോയിരുന്നെങ്കിൽ ഈ കുടൽ അവിടെ ഇരുന്ന് അഴുകി ദ്രവിച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി പിന്നെ കുടലൊക്കെ കട്ട് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്കൊക്കെ പോയാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ അനുഷ് മോഹൻ, കൺസൾട്ടൻറ്റ് ഗാസ്ട്രോ സർജൻ, മോഹൻ സ്കിൻ ആൻഡ് ഗാസ്ട്രോ കെയർ. ഞാനിന്നിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ പ്രൊഫഷനിലുണ്ടായ മറ്റൊരു എക്സ്പീരിയൻസിനെ കുറിച്ചായിരുന്നു. അതായത് നമുക്ക് ഒരുപാട് പേർക്ക് തന്നെ ഹെർണിയ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു പ്രോബ്ലമാണ്. ഹെർണിയ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുടൽ ഇറക്കം അഥവാ നമ്മൾ ചെറിയൊരു ശരീരത്തിൻ്റെ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു വീക്ക് പോയിൻ്റ് ആയിട്ടുള്ള ഭാഗത്തൂടെ ഒരു കുടൽ ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയോ കുടലോ വയറിനകത്തുള്ള മറ്റവയവങ്ങളും ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത്. മിക്ക ആൾക്കാരും ഹെർണിയ ഉണ്ടെങ്കിലും അത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ അത് കൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, അവർക്കതൊരു തള്ളൽ മാത്രമാണ്. അത് ശരീരത്തിൻ്റെ അകത്തൊരു ഷർട്ടോ ഡ്രസ്സോ ഇട്ട് കഴിഞ്ഞാൽ അത് മറഞ്ഞിരിക്കുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സർജറി ഒഴിവാക്കാം എന്ന് കരുതി കൊണ്ട് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അത് ഒരു മെഡിക്കൽ അറ്റൻഷനിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ഒരുപാട് വൈകിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒഴിവാക്കാൻ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതായത് ഒരു ഹെർണിയ നമ്മൾ നേരത്തെ കാലത്തെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് വലിയൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ നേരത്തെ തന്നെ നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ പറയാൻ പോയൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരു 88 ഇയർ ഓൾഡ്, ഒരു 88 വയസ്സുള്ള ഒരു അച്ഛൻ വന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഹെർണിയ കോംപ്ലിക്കേറ്റഡ് ആയി. അതായത് ഹെർണിയ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു, അദ്ദേഹം അത് തള്ളി അകത്ത് വിട്ടുകൊണ്ടേയിരുന്നു, അവിടെ ഒരു മുഴ പോലെ ഫീൽ ചെയ്യുമായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഒരു 3 ദിവസം കൊണ്ട് അത് ഒട്ടും തന്നെ അത് അകത്ത് പോകാതെ അത് പുറത്തേക്ക് ഇറങ്ങി, നമ്മൾ ഈ തുടയെടുക്കിൻ്റെ ആ ഭാഗത്ത് ഇറങ്ങി വന്ന് അത് അവിടെ ഇറങ്ങി ലോക്കായിട്ട് അത് തിരിച്ച് അകത്തേക്ക് തള്ളി വിട്ടിട്ടും പോകാത്തൊരു സാഹചര്യം വന്നു. കൂടാതെ കുടലെല്ലാം കൂടെ അങ്ങ് കയറി പെരുകി അദ്ദേഹത്തിന് നല്ല രീതിയിൽ വോമിറ്റിംഗ് ഉണ്ടായപ്പോൾ മാത്രമാണ് ഹോസ്പിറ്റലിൽ വന്നത്. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്തു. അദ്ദേഹത്തിന് ഹാർട്ടിൻ്റെ ഡോക്ടറെ കാണിച്ചു, ലങ്സിൻ്റെ ഡോക്ടറെ കാണിച്ചു, ഫിറ്റ്നസ് ആയിട്ടൊക്കെ വാങ്ങിച്ചു. 88 വയസ്സായതുകൊണ്ട് തന്നെ അതിൻ്റേതായ റിസ്കുകളുണ്ട് എന്ന് ബൈസ്റ്റാൻഡേഴ്സിന് പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം ചെയ്തു. അതിൻ്റെ ആ ഭാഗത്തൊരു സ്കാൻ വരെ ചെയ്തു. സ്കാൻ ചെയ്തപ്പോഴും കുടൽ ഇറങ്ങിയിരിക്കുന്നു, അതിനകത്ത് കുറച്ച് എന്തൊക്കെയോ തടിപ്പ് പോലെ കാണുന്നു. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിൽ കിട്ടിയില്ല. കാരണം അങ്ങനെ കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് അത്രയും മിനിമം ഡീറ്റെയിൽസേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സർജറി ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഡെഫിനറ്റ്ലി ഇല്ലായിരുന്നു. എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പൺ സർജറി തന്നെ ചെയ്യേണ്ടി വന്നു. കീ ഹോളിലൊരു ഓപ്ഷൻ അല്ലായിരുന്നു. കാരണം കുടലെല്ലാം കൂടെ പെരുകി അദ്ദേഹം വോമിറ്റ് ചെയ്യുന്നൊരവസ്ഥയായിരുന്നു, കുടൽ കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും നമുക്ക് കീ ഹോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഓപ്പൺ സർജറി അല്ലാതെ വേറെ മാർഗ്ഗമില്ലായിരുന്നു. ഓപ്പൺ സർജറി ചെയ്തു. ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കാണാൻ സാധിച്ചത് കുടലെല്ലാം കൂടെ അവിടെ കുരുങ്ങിയിരിപ്പുണ്ടായിരുന്നു. അതിനെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വിടുവിച്ചെടുത്തു. പക്ഷേ അതിനകത്ത് തടിപ്പായിട്ട് അദ്ദേഹം പണ്ടേ തടിപ്പായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞത് അത് വലിയൊരു ഗ്രോത്ത് ആയിരുന്നു, അതൊരു ക്യാൻസറസ് ഗ്രോത്ത് ആയിരുന്നു. അപ്പോൾ ഹെർണിയ ഇറങ്ങി വരുമ്പോൾ അത് എപ്പോഴും ഒരു ചെറിയ ഹെർണിയാണ്, അതിൻ്റെ തടിപ്പാണെന്ന് മാത്രം അദ്ദേഹം അതങ്ങ് പ്രിസ്യൂം ചെയ്ത് കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ അത് അല്ല, അതിൻ്റെ അപ്പുറത്തെ സ്റ്റേജിലേക്കും പോയി ഇതെല്ലാം കൂടെ കയറി ഒരു ഗ്രോത്തായി, അതൊരു ബോൾ പോലെയായി, അത് ബ്ലോക്കായി, ആ ഭാഗത്തൂടെ മോഷൻ കടത്തി വിടാത്ത വിധം അത് അത്രയും അഡ്വാൻസ്ഡ് ഗ്രോത്ത് ആയിരുന്നു. അതിൻ്റെ കഴലുകളും എല്ലാം നല്ല ഇൻഫ്ലെയിംഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു മുറിവിലൂടെ തന്നെ നമ്മൾ അത്രയും വലിയ കുടൽ പുറത്തെടുത്ത് കട്ട് ചെയ്ത് കണക്ട് ചെയ്യുകയും അതിനെ തള്ളി ബാക്കി അകത്തിന് വെച്ചതിന് ശേഷം ബാക്കി ഹെർണിയ നമ്മൾ ഡെഫിനറ്റീവ് സർജിക്കൽ പ്രൊസീജിയറായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പം ഇതായിരുന്നു ആ ഒരു കോമൺ. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളുമൊക്കെ നല്ല രീതിയിൽ അച്ഛൻ റിക്കവർ ചെയ്തു. നല്ല രീതിയിൽ അദ്ദേഹം ഒരു സെക്കൻഡ് ഡേ തേർഡ് ഡേ തൊട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മോഷനൊക്കെ പാസ് ചെയ്തു, നല്ലപോലെ നടത്തിച്ചു, റിക്കവറൊക്കെ ചെയ്തു.
നല്ല രീതിയിൽ ശുഭമായിട്ട് അവസാനിച്ചു. പക്ഷേ ഇത് കുറച്ചും കൂടെയൊക്കെ അഡ്വാൻസ്ഡ് ആയ സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ, കുടൽ കൂടുതൽ നമ്മൾ സമയം അവിടെ ഇരുന്നെങ്കിൽ, സർജറി എങ്ങാനും വൈകിപ്പോയിരുന്നെങ്കിൽ ഈ കുടൽ അവിടെ ഇരുന്ന് അഴുകി ദ്രവിച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി പിന്നെ കുടലൊക്കെ കട്ട് ചെയ്താൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്കൊക്കെ പോയാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കുടലൊക്കെ എടുത്ത് പുറത്ത് കൊണ്ടുവയ്ക്കുന്ന സാഹചര്യം വരെ വരാം. എന്ന് വെച്ചാൽ നമ്മൾ മോഷൻ പുറത്ത് പോകുന്ന രീതിയിൽ വയറിൻ്റെ ഭിത്തിയിൽ കൊണ്ട് വെക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഒഴിവാക്കാൻ പ്രോപ്പറായിട്ട് ഏർലിയസ്റ്റ് ആയിട്ട് ഒരു ഹെർണിയ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു മെഡിക്കൽ ഫ്രറ്റേണിറ്റി അല്ലെങ്കിൽ ഒരു സർജനെയോ ഒരു ഗാസ്ട്രോ സർജനെയോ കണ്ട് ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, ഇന്ന സിറ്റുവേഷൻസ് ആണെന്ന് തീർച്ചയായിട്ടും അവരെ കണ്ട് നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏർലി ആയിട്ട് എടുത്ത് ക്ലിയർ ചെയ്ത് പോകണം. അല്ലെങ്കിൽ ഒരു ചെറിയ ഹെർണിയ മതി നമുക്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാനും ലൈഫിന് വരെ റിസ്ക് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാനും. അപ്പം ഏർലി ട്രീറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും എടുക്കണം.